ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീത ജ്ഞാനകർമ്മസന്യാസയോഗഃ. ജ്ഞാനകർമ്മ സന്യാസയോഗത്തിലെ 26-ാമത്തെ ശ്ലോകം. ശ്രോത്രാദീനീന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. അർത്ഥം: മറ്റു ചിലർ ശ്രോത്രം തുടങ്ങിയുള്ള ഇന്ദ്രിയങ്ങളെ സംയമാഗ്നിയിൽ ഹോമിക്കുന്നു. വേറെ ചിലർ ശബ്ദം മുതലായ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നികളിൽ ആഹുതി ചെയ്യുന്നു. അതായത് ലൗകിക ജീവിതം നയിക്കുന്നവർ തന്നെ ബ്രഹ്മപ്രാപ്തിക്കുള്ള ആദ്യപടിയായി ഇന്ദ്രിയങ്ങളെ സംയമാഗ്നിയിൽ ഹോമിക്കുന്നു. മനുഷ്യജീവിതം മൃഗങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് തന്നെ ബ്രഹ്മപ്രാപ്തിക്കുള്ള സാധനകളിൽ മുഴുകാനുള്ള സാമർഥ്യം കൊണ്ടാണ്. മനുഷ്യൻ എന്നല്ല, സകല ജീവരാശികളും ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്നു. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് ഗന്ധമറിയുന്നു, നാക്കുകൊണ്ട് രുചിക്കുന്നു, ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നു. ഈ 5 ഇന്ദ്രിയങ്ങൾ അതാതിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യ മനസ്സിനെ ആ വിഷയങ്ങളിൽ മുഴുകിക്കുന്നു. ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന സാധകൻ ആദ്യമായി ചെയ്യേണ്ടത് ഈ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിയന്ത്രണത്തിൽ നിർത്തുകയാണ്. ശ്ലോകം 27. സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജൂഹുതി ജ്ഞാനദീപിതേ. അർത്ഥം: മറ്റു ചിലർ എല്ലാ ഇന്ദ്രിയ കർമ്മങ്ങളെയും പ്രാണകർമ്മങ്ങളെയും ആത്മജ്ഞാനത്താൽ ജ്വലിപ്പിക്കപ്പെട്ട മനോനിയന്ത്രണമാകുന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നു. അതായത് ആത്മസാക്ഷാത്കാരം ലക്ഷ്യമാക്കുന്ന ചിലർ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് മനസ്സംയമമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. പതഞ്ജലിയുടെ യോഗ സിദ്ധാന്തം ഈ ശ്ലോകത്തിൽ സൂചിതമായിരിക്കുന്നു. ആത്മാവിന് 2 ഭാവങ്ങൾ യോഗസൂത്രത്തിൽ വിവരിക്കുന്നുണ്ട്. ഇന്ദ്രിയ സുഖങ്ങളുടെ നേർക്ക് ഉത്സുകനായിരിക്കുമ്പോൾ പരാഗാത്മാവെന്നും വിഷയസുഖ വിമുഖനാകുമ്പോൾ പ്രത്യേകാത്മാവെന്നും ആത്മാവ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ശരീരാന്തർഭാഗത്ത് പ്രവർത്തിക്കുന്ന 10 വായുക്കളാണ് ആത്മാവിനെ കൂടി നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആത്മശുദ്ധീകരണത്തിന് ഒരുങ്ങുന്ന സാധകൻ ശരീരവായുക്കളുടെ പ്രവർത്തനത്തെ ശുദ്ധീകരിക്കണം. ഭൗതിക വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായി പിന്തിരിഞ്ഞ പ്രത്യേകാത്മാവാണ് ആത്യന്തിക ലക്ഷ്യം. ഇന്ദ്രിയങ്ങൾ പ്രകൃത്യാ വിഷയങ്ങളുടെ നേർക്ക് ഉത്സുകമായിരിക്കും. കണ്ണു കാണുന്നതിലും, കാത് കേൾക്കുന്നതിലും, മൂക്ക് ഗന്ധാഘ്രാണനത്തിലും, നാക്ക് രസാസ്വാദനത്തിലും, ത്വക്ക് സ്പർശാനുഭവത്തിലും എപ്പോഴും മുഴുകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ ഇന്ദ്രിയങ്ങളെയും അവയുടെ പ്രവർത്തനത്തിന് പ്രേരകമാകുന്ന 10 വായുക്കളെയും വ്യാവർത്തിപ്പിച്ച് സമഗ്രമായി ബ്രഹ്മോന്മുഖമാക്കുകയാണ് സാധകന്റെ പരമ ലക്ഷ്യം. ശ്ലോകം 28. ദ്രവ്യയജ്ഞാസ്തപോയജ്ഞ യോഗയജ്ഞാസ്തഥാപരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയഃ സംസിതവ്രതാഃ. അർത്ഥം: അപ്രകാരം ദൃഢമായ വ്രതനിഷ്ഠയുള്ള യതികൾ സകല ദ്രവ്യങ്ങളെയും യജിക്കുന്നു, തപോയജ്ഞങ്ങളിൽ ഏർപ്പെടുന്നു, അഷ്ടാംഗയോഗങ്ങളിൽ മുഴുകുന്നു. വേറെ ചിലർ വേദപഠനത്തിനും ആധ്യാത്മിക ജ്ഞാനലാഭത്തിനും വേണ്ടി എല്ലാം ത്യജിക്കുന്നു. അതായത് ലോകത്തിൽ
യജ്ഞതൽപരരായ ഒട്ടേറെ ആളുകളുണ്ട്. ചിലർ കൈവശമുള്ള ദ്രവ്യങ്ങൾ ദാനം ചെയ്ത് യജ്ഞം അനുഷ്ഠിക്കുമ്പോൾ രാജപദവിയിൽ കഴിയുന്ന സമ്പന്നന്മാർ ധർമ്മശാലകൾ സ്ഥാപിക്കുന്നു. അനാഥാലയങ്ങൾ, ആശുപത്രികൾ, വൃദ്ധസദനങ്ങൾ, വിദ്യാപീഠങ്ങൾ മുതലായവയ്ക്കായി ധനം ചെലവഴിച്ച് അവയുടെ നല്ല നടത്തിപ്പ് കണ്ട് ആത്മസാക്ഷാത്കാരം നേടുന്നു. ഈ പ്രവൃത്തിയെയാണ് ദ്രവ്യയജ്ഞം എന്ന് ഭഗവാൻ വിശേഷിപ്പിക്കുന്നത്. മറ്റു ചിലർ കഠിനമായ വ്രതചര്യകൾ അനുഷ്ഠിക്കുന്നു. ചാന്ദ്രായണം, ചാതുർമാസ്യം തുടങ്ങിയ കഠിനവ്രതങ്ങൾ അനുഷ്ഠിച്ച് ഭൗതിക സുഖങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് തപോമയമായ ജീവിതം നയിക്കുന്നു. ജീവിതോത്കർഷമോ ഉന്നത ലോകങ്ങളോ നേടാൻ വേണ്ടിയുള്ള ഈ വ്രതാചരണങ്ങളെ തപോയജ്ഞമെന്ന് പറയുന്നു. പതഞ്ജലി യോഗ പദ്ധതി അനുസരിച്ചുള്ള അഷ്ടാംഗയോഗം, ഹഠയോഗം, രാജയോഗം തുടങ്ങിയ സാധനങ്ങളിൽ ചിലർ മുഴുകുന്നു. ഇവർ ആചരിക്കുന്നത് യോഗയജ്ഞം എന്നു പേരുള്ള സാധനകളാണ്. മറ്റു ചിലരാവട്ടെ തീർത്ഥയാത്രകൾ നടത്തുന്നു. ഇനിയും ചിലർ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ദർശനങ്ങൾ, പുരാണങ്ങൾ തുടങ്ങിയവ വായിച്ചു പഠിക്കുകയും അവയെ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈ കർമ്മത്തെ സ്വാധ്യായജ്ഞാന യജ്ഞം എന്നാണ് പറയുന്നത്. ഈ വിവിധ യജ്ഞങ്ങൾ ചെയ്യുന്നവരെല്ലാം ജീവിതോത്കർഷത്തിനു വേണ്ടി വിശ്വാസപൂർവം യത്നിക്കുന്നവരാണ്. ഇവരെല്ലാം തന്നെ കഠിനമായ വ്രതനിഷ്ഠയുള്ളവരും പരമാത്മ സാക്ഷാത്കാരത്തിനു വേണ്ടി അവിരാമം പ്രവർത്തിക്കുന്നവരും ആണ്. ശ്ലോകം 29. അപാനേ ജുഹോതി പ്രാണം പാണേ അപാനം തഥാ പരേ പ്രാണാപാനഗതിരുത്വ പ്രാണായാമ പരായണാഹ. ശ്ലോകം 29ന്റെ അർത്ഥം: വേറെ ചിലർ പ്രാണായാമത്തിൽ തത്പരരായിട്ട് പ്രാണന്റെയും അപാനന്റെയും സഞ്ചാരത്തെ നിയന്ത്രിച്ചിട്ട് അപാനവായുവിൽ പ്രാണവായുവിനെ ഹോമിക്കുന്നു. അപ്രകാരം പ്രാണവായുവിൽ അപാനനെയും ഹോമിക്കുന്നു. അതായത് പ്രാണായാമം എന്ന യോഗ സാധനയെ പറ്റി ഈ ശ്ലോകത്തിൽ പരാമർശിക്കുന്നു. ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ഉച്ഛ്വാസചലനത്തെ ശ്വാസത്തിലും അർപ്പിച്ച് ശ്വാസനിരോധം ചെയ്ത് ചിലർ സമാധിയിൽ മുഴുകുന്നു. ഹഠയോഗ പദ്ധതി അനുസരിച്ചിട്ടുള്ള യോഗാസനങ്ങളിൽ ഇരുന്നാണ് ഈ പ്രാണായാമ പരിശീലനം സാധ്യമാക്കുന്നത്. ഇന്ദ്രിയ നിഗ്രഹത്തിനും ആത്മസാക്ഷാത്കാരത്തിനും ഈ പദ്ധതി ഉതകുന്നു. ശരീരത്തിലുള്ള വായുവിനെ നിയന്ത്രിച്ച് പുറത്തുവിടുന്ന പ്രക്രിയയാണിത്. പ്രാണവായു മേലോട്ട് പോകുന്നതും അപാനൻ താഴോട്ട് പോകുന്നതുമാണ്. പ്രാണായാമം പരിശീലിക്കുന്ന സാധകൻ ഈ വായുക്കളുടെ ഗതി വിപരീത ദിശകളിലേക്ക് തിരിച്ചുവിടുന്നു. രണ്ട് പ്രവാഹങ്ങളും തുല്യമാകുമ്പോൾ പൂരകം എന്ന സ്ഥിതിയിലെത്തുന്നു. രണ്ട് പ്രവാഹങ്ങളും സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയ്ക്ക് കുംഭകം എന്ന് പറയുന്നു. ഉച്ഛ്വാസം ശ്വാസത്തിൽ അർപ്പിക്കപ്പെടുന്ന സ്ഥിതിയാണ് രേചകം. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ജീവിതകാലത്തിന്റെ ദൈർഘ്യം കൂട്ടാൻ കുംഭകം സഹായകരമാകും. പൂർണ്ണത കൈവരിക്കാനായി ഇനിയും ഒരു ജന്മം സ്വീകരിക്കാൻ കാത്തു നിൽക്കാതെ ഈ ജീവിതത്തിന്റെ അവധി തന്നെ ദീർഘിപ്പിച്ച് അതിനുള്ളിൽ ലക്ഷ്യപ്രാപ്തി നേടാൻ ബുദ്ധിമാനായ യോഗി ശ്രമിക്കുന്നു. അങ്ങനെ പ്രാണായാമ തത്പരരായ യോഗികൾ ഈ ജന്മം കൊണ്ട് തന്നെ കൈവല്യപ്രാപ്തിക്ക് അർഹത നേടാൻ ശ്രമിക്കുന്നു. ശ്ലോകം 30. അപരേ നിയതാഹാരാഹ പ്രാണാൻ പ്രാണേഷു ജുഹുതി സർവേ അഭ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിതകൽമഷാഹ. അതായത് വേറെ ചിലർ നിയന്ത്രിതമായ ആഹാരത്തോടു കൂടിയവരായി പ്രാണവായുവിനെ പ്രാണങ്ങളിൽ ഹോമിക്കുന്നു. ഇവർ എല്ലാവരും തന്നെ യജ്ഞത്തിന്റെ ഉദ്ദേശം അറിയുന്നവരും യജ്ഞം കൊണ്ട് പാപം നശിച്ചവരും ആകുന്നു. അതായത് മറ്റു ചിലർ ആഹാര നിയന്ത്രണത്തിലൂടെ ഇന്ദ്രിയങ്ങളെ സംയമിച്ച് ഉള്ളിലൊതുങ്ങിയിരിക്കുന്ന പ്രാണപ്രസരങ്ങളിൽ മറ്റെല്ലാ പ്രാണചലനങ്ങളെയും ഹോമിക്കുന്നു. ഇവിടെ പലതരം യജ്ഞങ്ങളെ പറ്റി പറഞ്ഞു. ഈ യജ്ഞങ്ങൾ ഏതെങ്കിലും അനുഷ്ഠിക്കുന്ന എല്ലാവരും യജ്ഞവിധികൾ അറിയുന്നവരാണ്. ഈ ഹഠയോഗ സാധനങ്ങൾ നിരന്തരം ശീലിക്കുന്നവരുടെ പ്രാണൻ അത്യന്തം സൂക്ഷ്മമായ ശരീരത്തിലെ രോമകൂപങ്ങളിലെല്ലാം വ്യാപിച്ച് ചിത്തശുദ്ധി വരുത്തുന്നു. അതോടെ അവർക്ക് ആത്മാനുഭൂതിക്കുള്ള മാർഗം തുറന്നു കിട്ടുന്നു. പ്രാപഞ്ചികമായയുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ
ഇത്തരം യജ്ഞങ്ങൾ കൊണ്ട് മനോമാലിന്യങ്ങൾ അകറ്റി ചിത്തശുദ്ധി കൈവരുത്തണം. മായാമോഹങ്ങളും അജ്ഞതയും അകലുമ്പോൾ മനസ്സിൽ ശുദ്ധമായ ആത്മബോധം തെളിഞ്ഞു വരും. യജ്ഞാഗ്നിയും യാചകനും തമ്മിലുള്ള ഭേദഭാവന പോലും ഇല്ലാതാവുകയും കർമ്മവാസനകൾ ക്ഷയിച്ച് ബ്രഹ്മൈക്യം പ്രാപ്തമാകുകയും ചെയ്യും. ജ്ഞാനകർമ്മ സന്യാസയോഗത്തിലെ 31-ാമത്തെ ശ്ലോകവുമായി അടുത്ത ഭാഗത്ത് കാണാം. ശ്രീമദ് ഭഗവത്ഗീത പാരായണം ശ്രവിക്കുന്നതും പാരായണം ചെയ്യുന്നതും പുണ്യമത്രേ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ.